ഹലോ ഗൈസ്, ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ നമ്മുടെ അന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു പ്രാങ്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പ്രാങ്കിൻ്റെ വീഡിയോ കുറേ ആയിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ എടുക്കുക. അവിടെ കൊച്ചുമോളെയാണ് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കൊച്ചുമോൾ കുളിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പ്രാങ്ക് സെറ്റാക്കാൻ പോവാണ് കേട്ടോ. എല്ലാവരും നേരെ വീഡിയോയ്ക്ക് പോയി വീഡിയോ കണ്ടിട്ട് വരിട്ടോ, എന്നിട്ട് ബാക്കി നമ്മൾ പറയാം. ഇവിടെ ഇരുന്നോ വീഡിയോ എടുക്കുക. അവിടേക്ക് ഇരുന്നു എന്നെ കാണാൻ എടുക്കുക വീഡിയോ. എന്നാ പിന്നെ വ്ലോഗ് എടുക്കാൻ വേണ്ടി മുട്ടയിരുന്നല്ലോ പറഞ്ഞു. എന്താ വേണ്ടത്? അങ്ങട്ട് പോയിക്കടി കൊഞ്ചണ്ടേ അമ്മായി ഇവിടുന്ന് തിന്നലുണ്ടല്ലേ ചോറുപ്പന്റെ തിന്നാത്ത ഓള് മുമ്പ് ചോറൊക്കെ തിന്നലുണ്ട്, ഇപ്പൊ ഒന്നും തിന്നല്ല. രാത്രി ചോറ് ചോറ് തിന്നും. ഒറ്റയ്ക്ക് തന്നെ ഇവിടെ എന്നിട്ട് അവൾക്ക് അതാണ്ടായിരിക്കും ഉന്നാര വിട്ടുപോയല്ലോ. എന്നോടെ പോവുക ചോറിനെ ചോറ് അത് പോയിട്ട് തിന്ന. അമ്മമ്മ പിന്നെ വെറുതെ എന്തിനാ ചോറുണ്ടാക്കിയേക്കണേ? ഞാൻ പറഞ്ഞതാണ് അമ്മേനോട് ചോറ് കഴിക്കാൻ മാത്രം വൈകുന്നേരം വരും. രാത്രി നല്ല ഓള് പകല് വന്ന് അത് കഴിഞ്ഞിട്ട് രാത്രി ചോറ് നിന്ന കുട്ടിയാണ്. പൊന്നാടെ ഒക്കെ മാഞ്ഞാളെ അവിടെ വന്നിട്ട് എന്റെ പറയൂടെ ഞാൻ എന്നെ പറയണ ലക്ഷ്മോള് ഞാൻ അങ്ങോട്ട് വരുന്നതിനെ മുന്നേ മേലെ ആയിക്കോ, നല്ല കിട്ടലായിരിക്കും. കട പോയാലും ഉണ്ടായിരുന്നു അപ്പൊ ഉണ്ടാക്കി തന്നെ കുഴമ്പൊരിയൊക്കെ. അമ്മച്ച അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ആ കടയും എന്തെങ്കിലും പറയുമ്പോ മുഖം അങ്ങോട്ട് ശൂലം പിടിച്ച പോലെ ആക്കിച്ച കുറച്ച് പോയി ചോറെടുത്ത് തിന്നടി. എന്നാ ഞമ്മളോട് രാവിലെ അരി ഇടുമ്പോ പറഞ്ഞേക്കൊണ്ട് അരി കുറച്ചിടാൻ പറഞ്ഞേക്കൊണ്ടാ. എന്നോടെ എന്താ അവിടെ അതിന്റെ ഉള്ളിൽ ഒട്ടി പിടിച്ചിരിക്കണേ? അവിടെ വന്നാ മാത്രം ചോറിച്ച് മുട്ടണം. ഞാൻ അവിടെ ചെന്നാ ചോദിക്കൊന്നും തിന്നലില്ലേ ചോദിക്കാട്ടോ. എന്താ അവിടെ വേണ്ട കുട്ടിക്ക് തല ഒന്നില്ലേ? ഇവിടെ ഇവിടെ കയ്യില് വലിയ ക്യൂടെക്സ് വീർപ്പിക്കലുണ്ടാവുള്ളൂ കൊച്ചു കേട്ടാ. പോയി കുറച്ച് ചോറ് ഇട്ടുന്നടി. മറ്റേ കോഴിക്ക് തിന്നാൻ എനിക്ക് വേണ്ടി തിന്നാനല്ല, നമുക്ക് വേണ്ടി തിന്നാനാണ്. മര്യാദക്ക് പോയി ചോറ് എടുത്തോ. ചോറ് മതി. തോനെ ചോറ് ചിത്രപ്പെടുത്ത് കഴിഞ്ഞ അരമണിക്കൂർ കൊണ്ട് വായി കുത്തിക്കറ്റി അല്ലെങ്കിൽ ഇറങ്ങലിയല്ലോ. ഒരു പൊന്നിപ്പൊടി ചോറ് കൊടുത്തിട്ടുള്ളൂ.
ചാടി കഴിഞ്ഞിട്ട് ഒരാളിവിടെ ക്ഷീണത്തിലേ അന്നോടെ കുറച്ചുകൂടി ചോറെടുത്തോന്ന് ചോറിട്ടേ ഒച്ചനെന്താ പറഞ്ഞേക്കാത്തത് ഒച്ച മതി തന്നെ കുറച്ച് ചോറിട്ടൊക്കെ ആ പോയി കുറച്ചുകൂടി ചോറുക്കടി ചോറത്ത് പോയിട്ട് എവിടെ മതിയാവേ പോയിട്ട് ഇവിടെ എടുക്കും ചോറ് ആ പാത്രം കഴിച്ചാൽ ഓക്കെ നോക്കട്ടെ കളറാ ഒന്നും വേണ്ട. മതി ടീച്ചർ നോക്കണ്ടില്ലേ ഞാൻ എന്നെ വിളിച്ചില്ലേ ടീച്ചർ കേട്ടില്ലേ തന്നോട് പറഞ്ഞത് എന്നോട് എന്തിനെ കുറിച്ച് കരയണ്? അയ്യേ വലിയ കുട്ടിയായിട്ട് ഇങ്ങനെ കരയാണ്. അന്റെ യൂട്യൂബിൽ ഇത് വരും കേട്ടോ കൊച്ചു. ആയി ശാന്തി മോങ്ങലൊക്കെ വരൂ. ഉണ്ടാ അപ്പൊ നിന്നിട്ടോ അത് പറഞ്ഞതൊക്കെ നിന്ന്. ചേച്ചി കരയണ അതു ചേച്ചി കരയണ എന്താ പറ്റി ചോദിച്ചോക്ക്. അജി അത് യൂട്യൂബിൽ കാണും നീക്കി മതി ഓളെ കാണട്ടെ. കൊച്ചിന് പ്രാങ്ക് അത്രേ ഉള്ളൂ. എന്റെ അമ്മ പറഞ്ഞേ ഈ പ്രാങ്ക് ആവൂല ഈ കരയൊന്നുമില്ലാന്ന്. ഞങ്ങള് അപ്പൊ കരയിപ്പിച്ചു. ഈ നല്ല ബോൾഡാന്ന് പറഞ്ഞത് നീക്കി പറ്റില്ലാടി പൊട്ടത്തിയെ ഈ ചോറ് അറിയണ്ടല്ലേ മതിട്ടോ ഞാൻ ഓവറാക്കണ്ട. വേണോ വേണോ തിന്നണോ? ഓള് തേച്ചു വന്നോളൂ. മാറ്റി വാ വീഡിയോ എടുക്കുവാ. എന്നോട് ഒന്നോ വേവാ സമയം ഇരുട്ടാവണ്. വേവാ ക്ലിയർ ഉണ്ടാവില്ല പിന്നെ. മാറ്റി ഫൗണ്ടേഷൻ ഇട്ടോ. ഫൗണ്ടേഷൻ ലച്ചുവിന് കൊടുക്കണേ. ഞാന് ഇതാണ് വാങ്ങിയത്. നോക്കട്ടെ എന്നെ എവിടേക്ക് പോയിന്ന്. കുറച്ചീച്ച് തോട്ടായിട്ട് ഇട്ടോ. ആ ഇതെടുത്തോ. നീ ലച്ചുണ്ട് എറിഞ്ഞ് പൊട്ടിക്കണ്ട. അപ്പൊ നമ്മളെ പ്രാങ്ക് ചെയ്ത ആളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടതാ. വീഡിയോ എടുക്കുന്നുണ്ടോ? കരഞ്ഞോ പറയ്. എന്തായിരുന്നു നീ വിചാരിച്ചിരുന്നത് ഞങ്ങള് പ്രാങ്ക് ചെയ്തപ്പോ? എന്താ വിചാരിച്ചേ? ദേഷ്യപ്പെട്ടതാ?
ഒന്നും വിചാരിച്ചില്ല ദിവസം കേൾക്കണത് അതുകൊണ്ടാണ്. ജസ്റ്റ് കരഞ്ഞു. അല്ല ഈ വിചാരിച്ചത് എന്താ ഒരു ഇങ്ങനെ പറയുന്നത്? പിന്നെ എനിക്ക് സംശയം ഉണ്ടോ വീഡിയോ എടുക്കണം എന്തൊക്കെ കരഞ്ഞു ഇങ്ങോട്ടോക്ക് അങ്ങനെയൊന്നും എൻ്റെ കരയില്ലല്ലോ. ഇവിടേക്ക് നോക്കി പറയും. ഇല്ല പറയും ഇല്ലാന്ന് പറയണം. ആള് നല്ല പൂര കരച്ചിൽ കരഞ്ഞിട്ടാ. അത് നിങ്ങൾ കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കുറേ കരഞ്ഞ്. പിന്നെ എന്താ ഒരു ഫൗണ്ടേഷൻ വാങ്ങിയിരുന്നു ഇന്ന് ഞാൻ. ഫൗണ്ടേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ പറയുന്നു. ഇവിടേക്ക് വന്നിക്കടി. അപ്പോൾ അങ്ങനെ ഫൗണ്ടേഷൻ കാണിച്ചു കൊടുത്തപ്പോൾ നിന്ന്. അല്ലെങ്കിൽ ഇപ്പം ഒന്ന് ഇവിടെ നിൽക്കലുണ്ടാവില്ല ചേച്ചിയെ. അപ്പം ഞങ്ങൾ ഇന്നലെ മുതലുണ്ട് കേട്ടോ പറയണം. ഇന്നലെ മുതൽ ഇങ്ങനെ പ്രാങ്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. എന്താ ഇപ്പോൾ ഇവിടെ പറയുക, എന്താ ഇവിടെ പൊട്ടിക്കുക, എന്തെങ്കിലും പറയണല്ലേ. ഡെയിലി കേൾക്കണതാണ്. അപ്പോൾ പ്രത്യേകിച്ച് കുറച്ചും കൂടി നേര് കൂട്ടി കൊടുത്താൽ പ്രാങ്ക് ആവും. എന്തായാലും ആവും എന്നുള്ള 100% ഉറപ്പാണ്. അപ്പം ആള് ഞങ്ങളെ പ്രാങ്ക് ഏറ്റു. സക്സസ്. ഞങ്ങളെ പ്രാങ്ക് സക്സസ് ആയി. ആൾക്ക് നല്ല കുറവാണ് കേട്ടോ. അതൊക്കെ കാണേണ്ടി വരും. അതൊക്കെ ഈ കാട്ടണതൊക്കെ നല്ല പട്ടി കരയണ പോലെ കരഞ്ഞിരുന്നു. അതൊക്കെ കാണും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.